പാവൻ രേണുവിൻ്റെ പുതിയ വിശേഷമുണ്ട്. ഫസ്റ്റ് കീമോ കഴിഞ്ഞു, അതിൻ്റെ ടെസ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ആശുപത്രിയിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇനി വീട്ടിൽ കുറച്ച് നാൾ റെസ്റ്റ് എടുത്തിട്ട് ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കീമോയ്ക്ക് വീണ്ടും പോയിട്ട് അഡ്മിറ്റ് ആവണം. അത് 2 ആഴ്ച കഴിഞ്ഞിട്ട്. അപ്പോൾ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ പറ്റ വെട്ടി. അപ്പോൾ ഈ മുടിനെ കുറിച്ച് നമ്മൾ ബിഗ് ബോസിൽ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഏതോ ഒരു കമ്പനിക്കാർ ഒരു ടോപ്പ് വെച്ച് കൊടുത്തിട്ട്, രേണുവിന് മുടി ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും എല്ലാ ആൾക്കാർക്കായാലും 2-3 ടോപ്പൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറി മാറി വിൽക്കാനായിട്ട് ഏത് നടനായാലും നടിയായാലും ഒക്കെ ഉണ്ടാവും അങ്ങനെ. അപ്പോൾ അങ്ങനെ ആ ടോപ്പ് വെച്ചു. അവിടെ ചെന്നപ്പോൾ മുടിയിൽ മുഴുവൻ പാൻ വന്നിട്ട് അത് പറഞ്ഞിട്ട് കളിയാക്കി ഒരുപാട് അവിടുത്തെ മത്സരാർത്ഥികൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഓടിച്ചാടി നടന്നിരുന്ന നമ്മുടെ കുട്ടികളുടെ മനസ്സുമായിട്ട് ഇങ്ങനെ ഓടിച്ചാടി വീഡിയോ ചെയ്യുന്നതും ഉരുളയ്ക്ക് ഉപ്പേരി വർത്തമാനം പറയണതും ഒക്കെ ഭയങ്കര സ്മാർട്ടാണ്, അതുപോലെ ഭയങ്കര ബോൾഡാണ്. അങ്ങനെയുള്ള ഒരു ആൾ പെട്ടെന്ന് ഒരു കിടക്കയിലേക്ക് അങ്ങോട്ട് മാറുക എന്ന് പറയുമ്പോഴേ, രോഗത്തിൻ്റെ പിടിയിലേക്ക് മാറുക, ഇങ്ങനെ കിടക്കയിലേക്ക് മാറുക, ഒന്നിനും വയ്യാണ്ടാവുക, 24 മണിക്കൂറും വേദന മാത്രം സഹിച്ച് ജീവിക്കുക. ആ ജീവിതം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊരു തലവേദന വന്നു കഴിഞ്ഞാൽ ഇത്തിരി നേരം നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും കഠോരമായിരിക്കില്ല ആ ഒരു സംഭവം. നമ്മളൊന്ന് വേദനയും അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകളും നമ്മളൊന്ന് ആലോചിക്കുക. ബിഗ് ബോസ് ഹൗസിലായിരിക്കുമ്പോൾ തന്നെ രേണുവിന് ഈ രോഗത്തെക്കുറിച്ച് അറിയാം. ഈ രോഗത്തിൻ്റെ തീവ്രതയും അതിൻ്റേതായുള്ള പ്രശ്നങ്ങളൊന്നും ശരിക്കും അത്രയും അങ്ങോട്ട് ബോധവതി ആയില്ല എന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ബ്രസ്റ്റിലൊരു മുഴയുണ്ട് എന്ന് മാത്രം അറിയാം, പക്ഷെ ആ മുഴ ഇങ്ങനെ ഒരു 4ാം സ്റ്റേജിലേക്ക് കടക്കുമെന്നൊന്നും സുഖമുണ്ടായിരുന്നെന്ന് രേണു എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ലോകത്തോട് വിളിച്ചു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. രേണുവിന് ഏറ്റവും അടുത്തറിയാവുന്ന ഈ സത്യങ്ങൾ അറിയാവുന്ന കൂട്ടത്തിൽ ഒരാൾ ഈ ശാരികയുമാണ്. ഹോട്ട് സീറ്റിന് ശേഷം ബിഗ് ബോസിൽ വന്ന് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി മാറി. അവർക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് നീതി എന്ന് തോന്നുന്നതൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരും ആണും പെണ്ണും ഉൾപ്പെടെ എന്നെ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊരു നല്ല സ്ത്രീയാണ്, നിങ്ങൾക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്, നിങ്ങൾ എന്തിനാണ് ആ രേണുസുനയുടെ പുറകെ പോകുന്നത്, രേണുസുതിയുടെ പുറകെ പോകുന്നത്, രേഷ്മ പി തങ്കച്ചന്റെ പുറകെ, അങ്ങനെ വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മാന്യമായി പോകും. അതിന് ക്രൂരമായ വാക്കുകൾ. അന്നും ഇന്നും ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അവർ രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടില്ല, അവർ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടില്ല. പ്രോസ്റ്റിറ്റ്യൂഷൻ ഓരോരുത്തരുടെ ഫ്രീഡമാണ്, അത് നമുക്ക് പറയാൻ റൈറ്റ് ഇല്ല. എങ്കിലും ഞാൻ പറയുവാണ്, നമ്മുടെ സദാചാരങ്ങളോടായി പറയുന്നത്. അവർ ആരുടെ മുമ്പിൽ തുണി പറിച്ച് ആടിയിട്ടില്ല, അവർ ക്യാമറയെ കളിക്കുന്നില്ല.